ആന എഴുന്നള്ളിപ്പിൽ ചില നിബന്ധനകൾ വെച്ചിട്ടുള്ളത് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വി എസ് സുനിൽകുമാർ സംസാരിക്കുന്നു. അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ജനങ്ങളുടെ സുരക്ഷയും ഇതുപോലെയുള്ള മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ താല്പര്യത്തെ നമുക്ക് മാനിക്കുക എന്നല്ലാതെ, പക്ഷെ പ്രായോഗികമായി ഈ കോടതി വിധി നടപ്പാക്കുക എന്ന് പറയുന്നത് ഫലത്തിൽ പൂരങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആനയില്ലാതെ പൂരമുണ്ടോ എന്ന് ചോദിച്ചാൽ ആനയില്ലാതെയും പൂരം നടത്താമെന്ന് പറയാമെങ്കിലും തൃശ്ശൂർ പൂരം പോലെയുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള പൂരങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഈ അലങ്കാരത്തോടു കൂടിയിട്ടുള്ള ആനകളുടെ എഴുന്നള്ളിപ്പാണ്. ഇപ്പോൾ കോടതി വിധി അനുസരിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളും ആനയെ എഴുന്നള്ളിച്ചുകൊണ്ട് നടത്താൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. അത് തൃശ്ശൂർ പൂരത്തെ മാത്രമല്ല, ഇപ്പോൾ ലോകപ്രസിദ്ധമായിട്ടുള്ള 1465 വർഷം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരം ഉൾപ്പെടെയുള്ള പരമ്പരാഗതമായ എല്ലാ ഉത്സവങ്ങളും ഈ ഒറ്റ വിധി കൊണ്ട് നടത്താൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ ആനകൾ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പൂരമായി നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങൾക്കുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ വിധി മറികടക്കാൻ ഉതകും വിധത്തിലുള്ള ചട്ടങ്ങളുടെ ഭേദഗതി നടത്താൻ അടിയന്തരമായി സംസ്ഥാന ഗവൺമെൻറ് ഇടപെടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ചാൽ ഒരുപക്ഷെ ഇത് ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ചർച്ച നടത്തി ഇക്കാര്യങ്ങൾക്കൊരു പരിഹാരം കാണണം. അങ്ങനെ കണ്ടില്ലെങ്കിൽ ഈ പൂരങ്ങൾക്കുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് വിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ല. തൃശ്ശൂർ പൂരം ഇപ്പോൾ ഒരുപക്ഷെ കോവിഡ് കാലഘട്ടത്തിൽ പൂരം ചടങ്ങായി നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയായിട്ടുള്ള കാര്യമാണ്. കോവിഡ് കാലഘട്ടങ്ങളിൽ നമ്മൾ എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുകയും വാഹനങ്ങളൊക്കെ നിരോധിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തെ നമ്മളിതുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് കോടതി വിധിയെ നമ്മൾ ഒരിക്കലും ആ കോടതി വിധിയെ ചോദ്യം ചെയ്യാൻ നമുക്ക് പരസ്യമായി ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ലെങ്കിലും കോടതി വിധിയെ മറികടക്കാൻ നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രമേ സാധ്യമുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ് ഇതിൻ്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ നാട്ടാന പരിപാലന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. അതിനകത്തൊരു പ്രശ്നം, നാട്ടാന പരിപാലനത്തിൻ്റെ നിയമത്തിലുള്ള ചട്ടത്തിൽ ആനകൾ എഴുന്നള്ളിക്കുമ്പോൾ ആനകൾക്കിടയിലുള്ള ഗ്യാപ്പ്, അകലം സംബന്ധിച്ച് അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും പറയാത്ത കൊണ്ടാണ് കോടതി ഇങ്ങനൊരു വിധി പ്രഖ്യാപിക്കാൻ ഇടവന്നിട്ടുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ശാസ്ത്രീയമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വ്യക്തത വരുത്തിക്കൊണ്ട് ഈ അകലം സംബന്ധിച്ച് പ്രായോഗികമായ ഒരു ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ കരണീയമായ മാർഗം. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വി എസ് സുനിൽകുമാർ സംസാരിക്കുകയായിരുന്നു. സർക്കാരിന് ഇതിൽ ചില കാര്യങ്ങൾ ചെയ്യാനാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചട്ടങ്ങൾ പുനഃപരിശോധിച്ച് ചട്ടങ്ങൾ മാറ്റി കോടതിയുടെ നിർദ്ദേശത്തെ നമുക്ക് ലഘൂകരിക്കാനാവും എന്നതാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്.